ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അതാണ്. നമ്മുടെ സദസ്സും സംഗമവും അല്ലാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഇതിൻ്റെ മുന്നേ കുറേ ആശംസ പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടക്കുകയും അതുപോലെ 3 ദിവസങ്ങളിലായി ഇവിടെ തുടങ്ങിയ ഈ വലിയൊരു സംഗമം അതിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുള്ളതല്ല. ദർസ് 20ാം വാർഷിക സാധാരണ സമ്മേളനത്തിൻ്റെ പേരിൽ എന്തുകൊണ്ട് പ്രൗഢമായ ഇവരുടെ ഈ ദർസ് വാർഷികത്തിൻ്റെ ഭാഗമായി ഇന്നിവിടെ ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മലബാറത്തിന് ഏറെ പ്രസിദ്ധമായ സ്ഥലമാണ് ഇത്. ഇവിടെ ഈ പള്ളിയിൽ ദിനംപ്രതി ഫലങ്ങളിലായി വളരെയൊക്കെ ആത്മായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവർക്കും സിയാറത്തും അതുപോലെ ഇപ്പോൾ ഏറെ തന്നെ മഹത്വമുള്ള ഈ ഇതിൻ്റെ യുവ പണ്ഡിതൻ ജീബ് വഹബി അതുപോലെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പണ്ഡിത ചൈതന്യത്തിന് ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെ എന്നും ഈ പ്രദേശത്തിൻ്റെ നല്ലതായ പള്ളിയോട് ബന്ധിച്ച് നല്ല ദർസ് നടന്നുകൊണ്ടിരിക്കുന്നു. അറിയാം, നമുക്ക് ദർസുകളുടെ അന്ന് പഴയ പേര് നമുക്കറിയാം ഊത്തുപള്ളി എന്നായ. ഇപ്പോൾ അത് മാറ്റം വരുത്തിക്കൊണ്ട് നമ്മളുടെ നാടിൻ്റെ പല മഹല്ലുകളിലും അതുപോലെ പള്ളികളിലും ഒക്കെ അറിവിൻ്റെ വിളക്കുകൾ തെളിയിച്ചുകൊണ്ട് തലമുറകളെ വഴി കാണിച്ച് ദർസ് പരമ്പരകൾ നമ്മുടെ മഹല്ലുകളുടെ ആത്മീയ നാടിയാണ് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ദർസ് എന്നത് വെറും പഠനവേദിയല്ല, അത് ഈമാൻ വളർത്തുന്ന തറയാണ്, അഖ്ലാഖ് പാകപ്പെടുന്ന ശാലയാണ്, സമൂഹം ശുദ്ധീകരിക്കുന്ന പ്രസ്ഥാനമാണ്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു, ഖുൽ ഹുവ യസ്തഖിയുല്ലദീ യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാകുമോ എന്നുള്ളതാണ്. എന്ന് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്നുള്ളതാണ്. ഈ ഹദീസ് ജീവിച്ചിരിക്കുന്ന രൂപമാണ് നമ്മുടെ പള്ളി ദർസുകൾ എന്നുള്ളതാണ്. പള്ളി ദർസുകളിൽ നിന്ന് നമുക്ക് വളരെയധികം മാതൃകാപരമായിട്ട് നാട്ടിലെ സാംസ്കാരികമായും സാമൂഹികമായും ആ കേന്ദ്രത്തിൽ തുടങ്ങുമ്പോൾ ഉസ്താദുമാരുടെയും അതുപോലെ നിങ്ങളുടെയും ഒക്കെ ഉപദേശ നിർദ്ദേശങ്ങളുടെ മഹല്ലുകളുടെ മാറ്റങ്ങളുടെ വരുത്തുവാൻ നമുക്ക് സാധിക്കുന്നതല്ലാണ്. ചുവ നടക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇവിടുത്തെ ഖതീബുമാർ അത് ഉപദേശ നിർദ്ദേശങ്ങൾ തരുന്നു. അവരുടെ പാഠങ്ങൾ വളർന്നു വരുന്ന തലമുറയെ പുതിയതായി ഉണ്ടായ ഒരുപാട് മാറ്റങ്ങൾ നമുക്കറിയാം. സമൂഹം മാറിക്കൊണ്ടിരിക്കുമ്പോൾ വളർന്ന തലമുറയുമായി മറ്റുള്ള ലോകത്തിലേക്ക്, ഭൗതിക ലോകത്തിലേക്കാണ് മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. നാട്ടിലെയും സ്ഥിതി നമുക്കറിയാം. നാട്ടിലെ അങ്ങാടിയിലും അതുപോലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുതിയ തലമുറകൾ കടകളിൽ നിന്നും അതുപോലെ കഫ്റ്റേരിയകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പോയി ജ്യൂസ് കുടിക്കുകയും ചായ കുടിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് ഇന്ന് ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരന്മാർ, ഇന്ന് നാം ജീവിക്കുന്നത് ആക്ഷേപങ്ങളുടെ കാലത്താണ് എന്നതാണ്.
സാങ്കേതിക പുരോഗതി മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ ആത്മീയ ദാരിദ്ര്യത്തിലേക്കും തള്ളിവിടുന്ന ഒരു കാലം. ഇത്തരം സാഹചര്യത്തിലാണ് ദർസുകളുടെ പ്രസക്തി വർദ്ധിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ പഠിപ്പിക്കുന്നത് വെറും കിതാബുകളില്ല, ജീവിതം എങ്ങനെ ജീവിക്കണം എന്ന പാഠമാണ് എന്നുള്ളതാണ്. ക്ഷമ എങ്ങനെ പഠിക്കണം, സ്നേഹം എങ്ങനെ പഠിക്കണം, പങ്കുവെക്കണം, നീതി എങ്ങനെ നടപ്പാക്കണം, അള്ളാഹുവിൻ്റെ ബന്ധം എങ്ങനെ ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ്. എല്ലാ ദർസുകളിലൂടെ സമൂഹം പഠിക്കുന്നു എന്നുള്ളതാണ്. പ്രിയ എൻ്റെ മുന്നിലിരിക്കുന്ന ദർസ് വിദ്യാർത്ഥി, നിങ്ങൾ വലിയ ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ പഠിക്കുന്ന അറിവ് നാളെ ഈ സമൂഹത്തിൽ ദിശനിർണയിക്കും. അറിവിനോടൊപ്പം വിനയവും പാണ്ഡിത്യവും ഒപ്പം പുണ്യജീവിതവും എല്ലാം നിങ്ങളുടെ അലങ്കാരമാകട്ടെ. അവസാനമായി ദർശ സംവിധാനത്തിന് നേതൃത്വം നൽകുകയാണ്. ആ മുഴുവൻ ഉലമാക്കൾക്കും മഹല്ലുവാരിക്കും സഹായിച്ച എല്ലാവർക്കും അല്ലാഹുമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ പഠിച്ച ആ ദർശനങ്ങളുടെ അറിവുകൾ നിങ്ങളിൽ ആത്മീയമായി ഗ്രഹിച്ചു ഉന്നതമായ ലേഖനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഇന്നും അറിവുള്ളവരുടെ അറിവനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുവാൻ പ്രാപ്തരാകട്ടെ എന്ന് പ്രവർത്തിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിൽ ഈ പരിപാടിയുടെ ഈ സാധാരണ സമ്മേളനത്തിൻ്റെ മുതാക്കര 20ാം വാർഷികത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെയേറെ ബുദ്ധിപരമായും തന്ത്രപരമായും നേരിടേണ്ട ഒരു കാലഘട്ടമാണ്. ഈ സമുദായത്തെ സാംസ്കാരികമായി അധപ്പതിപ്പിക്കാനും ഈ സമുദായത്തെ വിശ്വാസപരമായി നശിപ്പിക്കാനും ഈ സമുദായത്തെ ആചാരപരമായി ഇല്ലാതാക്കി മാറ്റാനുമെല്ലാം തന്നെ വളരെ ഗൂഢമായി ശ്രമം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ തനതായ അന്തസ്, ഇസ്ലാമിൻ്റെ ശക്തമായ ഉയർത്തെഴുന്നേൽപ്പ് വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള വേദി ഏറെ സഹായകരമാണ്. ആ വേദി ഒരുക്കിയ ഇവിടുത്തെ മഹാന്മാരായ പണ്ഡിതന്മാരെ എല്ലാവിധ ബഹുമാനാദരവുകളോടെ അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ എല്ലാം തന്നെ പ്രിയപ്പെട്ട പണ്ഡിതവര്യന്മാർ, ബഹുമാനപ്പെട്ട ഒരുപാട് വർഷത്തെ ചരിത്രവും പല നിലക്കും വ്യാഖ്യാനിക്കപ്പെടുന്ന ചരിത്രവും ആ ചരിത്ര പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എങ്കിലും ഒരുപാട് അടയാളപ്പെടുത്തൽ നടത്തിയിട്ടുള്ള നമ്മുടെ താലൂക്കിലെ തന്നെ ഏറ്റവും വലിയ ഒരു ശ്മശാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ മുദാക്കര പള്ളി മൈതാനിയിൽ ചിരപുരാതനമായ പഴയ പള്ളി പൊളിച്ചു മാറ്റി വളരെ മനോഹരമായ ഒരു പള്ളി നിർമ്മിക്കുകയും ആ പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിച്ച ഉടനെ തന്നെ ഈ പള്ളിയുടെ പൈതൃകം, അതിന്റെ പാരമ്പര്യം നിലനിർത്തത്തക്ക രീതിയിൽ ഒരു പള്ളി ദർസ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും കഴിഞ്ഞ 20 വർഷം യാതൊരു പോറലുമില്ലാതെ ആ ദർസ് നിലനിൽക്കുകയും ചെയ്തു എന്നത് ഏറെ ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്കറിയാം, പലയിടങ്ങളിലും ദർസ് ആരംഭിക്കുന്നു, പലപ്പോഴും അത് നിന്നു പോകുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പൊതുവെ ഈ ദർസ് തന്നെ അന്യം നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഉപരിപഠനം നടത്തിയ ബിരുദാനന്തര ബിരുദമെടുത്ത കുട്ടികൾക്കൊരു ട്രെയിനിങ് നൽകത്തക്ക രീതിയിൽ പുതിയ പ്രതിഭകളെ സൃഷ്ടിച്ച് സമൂഹത്തിന് സമർപ്പിക്കുന്ന ഒരു ദർസാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെയുള്ള ദർസ് കൊണ്ട് ധന്യമായ ചലനമുണ്ടാക്കിയ ഈ പ്രദേശത്തിന് വലിയ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദർസാണ്. ഈ ദർസ് 20 വർഷം പിന്നിട്ടു. ഇനിയും വർഷങ്ങളോളം
പിന്നിടട്ടെ എന്ന് നമ്മൾ പ്രത്യാശിക്കുകയാണ്. അതേപോലെ ഇവിടെ പ്രതിപാദിച്ച മറ്റു വിഷയങ്ങൾ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇസ്മായിൽ സഖാവ് പറഞ്ഞ കാലികമായ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്കാർക്കും വിസ്മരിക്കാൻ കഴിയാതെ. നേരത്തെ ഞാനും കൊടക്കൽ തങ്ങളും കക്കമ്പള്ളി പള്ളിയിൽ സംസാരിക്കുമ്പോൾ ഞങ്ങൾ നടത്തിയ ഒരു വിനിമയമുണ്ട്. ആ വിനിമയത്തിന്റെ സൂചന ഇവിടെ പറയാതിരിക്കുന്നത് ഉചിതമല്ല എന്നതുകൊണ്ട് ഞാൻ ഇവിടെയും അത് പറയുകയാണ്. പുതിയ തലമുറ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയാണ്. അവർ ഈ ദർസോ പള്ളി ദർസോ അല്ലെങ്കിൽ മതപഠന മേഖലയിലേക്കോ ഒന്നും കടന്നു വരാൻ തയ്യാറില്ല. അവർ സോഷ്യൽ മീഡിയയുടെയും പുതിയ വെബ്സൈറ്റിന്റെയും യൂട്യൂബിന്റെ ഒക്കെ പിന്നാലെ പോവാണ്. അവർക്ക് ഇതൊക്കെ അന്യമായി ഈ ദീനിന്റെ പഴയ മാർഗങ്ങൾ, ദീനിന്റെ തനതായ മാർഗം കണ്ടുപിടിച്ച് അതിന്റെ പിന്നാലെ പോകുന്ന ഒരു രീതിയിൽ നിന്നും മാറി അവർ പുതിയ ലോകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികളെ ദീനിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള അടിയന്തരമായ ഇടപെടൽ നടത്തിയിട്ടില്ലെങ്കിൽ നമ്മളെ കുട്ടികൾ, ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികൾ പ്രത്യേകിച്ചും വഴിതെറ്റിപ്പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. പുതിയ പ്രവണത, പുതിയ ട്രെൻഡ് ദീനിനെതിരാണ്. നമ്മുടെ കുട്ടികൾ എതിരായി ചിന്തിക്കുകയാണ്. ആ ലോകരാഷ്ട്ര സംവിധാനത്തിൽ തന്നെ നിരീശ്വര പ്രസ്ഥാനങ്ങളുടെ വിനിമയം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുട്ടികളിൽ നിരീശ്വരവാദം വളർത്തിക്കൊണ്ടുവരുന്ന വലിയ ഇടപെടൽ ലോക അടിസ്ഥാനത്തിലുള്ള ആസൂത്രണം നടക്കുകയാണ്. അതേപോലെ ഈ കല്യാണ ആചാരങ്ങളിൽ വരുന്ന അനാചാരങ്ങൾ, അത്യാദി വിഷയങ്ങളിലൊക്കെ തന്നെ പണ്ഡിത നേതൃത്വവും ഉമറാക്കളും ശ്രദ്ധ കേന്ദ്രീകരിച്ച് വളരെ കൃത്യമായി, ഞാൻ പറയുന്നു, വരാൻ പോകുന്നത് പരിശുദ്ധ റംസാനാണ്. ഈ റംസാനിലെ വയലുകളിലായാലും ഉറുദികളിലായാലും അതുപോലുള്ള പ്രബോധന മേഖലകളിലൊക്കെ പുതിയ വിഷയം, കാലികമായ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് പണ്ഡിതരും ഉമറാക്കളും ചേർന്ന് നിന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അപജയത്തിനെതിരെ ഒരു പോരാട്ടം നടത്താൻ തന്നെ തയ്യാറാകണം. ഇസ്ലാമിൻ്റെ നിലനിൽപ്പ് വിശുദ്ധമായ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ, ഇൽമുകൾ അത് പ്രചരിപ്പിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് വഴിയാണ് ഇസ്ലാം നിലനിൽക്കുന്നത്. കേവലം പ്രസംഗങ്ങളല്ല, മറ്റു നോട്ടീസുകളല്ല, ബോർഡുകളല്ല. ഇസ്ലാം അത് ഒരു സമർപ്പണമാണ്. ഇസ്ലാം ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. പഴയകാലത്ത് പെരിങ്ങത്തൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ, നാദാപുരത്തെ ഒരുപാട് മഹാന്മാർ, അവരൊക്കെയും ഇവിടെ നമ്മുടെ നാട്ടിൽ ക്യാമ്പ് ചെയ്ത് വലിയ പ്രസംഗം നടത്തി എന്നല്ല നമ്മൾ അറിയുന്നത്. മറിച്ച് അവരൊക്കെയും ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ജീവിച്ച് കാണിച്ചു കൊടുത്ത ആ സമർപ്പണത്തിൽ നിന്നാണ് ഇസ്ലാമിനെ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കി വരുന്നത്. ഇന്നും അത് തുടരുകയാണ്. പള്ളി ദർസുകളിൽ നിന്ന് ആവാഹിച്ചെടുക്കുന്ന ഇൽമുകൾ കൊണ്ട് സ്വന്തം ജീവിതത്തിലെ അമലുകൾ ഏറ്റവും സ്വീകാര്യോഗ്യമായ രൂപത്തിൽ നിർവഹിക്കാൻ ആവശ്യമായത് ചെയ്തുകൊണ്ടും മറ്റുള്ളവർക്ക് അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ള ആഭ്യന്തരമായ വളർച്ചകൾക്ക് ഈ ഇൽമു ഉപയോഗപ്പെടുത്തി ഉലമാ കഠിനാധ്വാനം ചെയ്യുകയാണ്. ഈ ഒരുമിച്ച് കൂടിയ ഒരുപാട് ആലിമീങ്ങൾ ഈ സദസ്സിലുണ്ട്. അവരൊക്കെ ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ ആഭ്യന്തരമായ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ, അതിനാവശ്യമായത് എന്തൊക്കെയാണ് ഉറക്കമൊഴിഞ്ഞ് അവർ പഠിപ്പിച്ചെടുക്കുകയാണ്. ഒരു വലിയൊരു സമൂഹത്തെ സൃഷ്ടിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ആഭ്യന്തര സജ്ജീകരണത്തിന് വേണ്ടിയാണ്. കൂടുതലായി പറയാനുള്ള സമയവും സന്ദർഭവുമല്ല. ആഭ്യന്തര സംവിധാനം റെഡിയാക്കുന്നതോടൊപ്പം തന്നെ ഇസ്ലാമിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. ഇസ്ലാമിനെ വഷളാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവരെ പ്രതിരോധിക്കേണ്ടുന്ന ചുമതലയും ഈ ഉലമായിനാണ്. ഉലമാ അപ്പോൾ ആഭ്യന്തരമായ സജ്ജീകരണം ഉണ്ടാക്കിയെടുക്കുന്നതോടൊപ്പം തന്നെ ഇസ്ലാമിലേക്ക് വരുന്ന, ഇസ്ലാമിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമിനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, തീവ്രവാദികളാകാം, ഭീകരവാദികളാകാം, പുത്തനാശയക്കാരാകാം, പലരുമാകാം, അവരെ പ്രതിരോധിക്കേണ്ടുന്ന ചുമതലയും ഈ ഉലമായിനാണുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തും ചില പള്ളികളിലും നമ്മളെ ഇവിടുന്ന് പഠിച്ചു പോയ ഉസ്താദുമാർ ജോലി ചെയ്യുന്നതും മുദരിസായും ഒക്കെ ജോലി ചെയ്യുന്നതൊക്കെ
കണ്ട് അൽഹംദുലില്ലാ അത് വലിയൊരു നേട്ടമായിട്ട് നമ്മുടെ നാട്ടിനും മുദാക്കര പള്ളിക്കും ഒക്കെ വലിയൊരു മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട്.